ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ആണത്. സുതാര്യത കൊണ്ട്, ഗവേണൻസിലെ മികവ് കൊണ്ട്, ഡിജിറ്റൽ എക്സ്പാൻഷൻ കൊണ്ട്, അതിനെല്ലാം അപ്പുറം 125 കോടിയോളം വരുന്ന ഫാൻ ബേസ് കൊണ്ട്. ഇന്ത്യ എന്ന രാജ്യം എഴുതി ചേർക്കുന്ന പുതിയ ആധിപത്യത്തിന്റെ അടയാളമാണിത്. അതുകൊണ്ടാണ് ഒരൊറ്റ സീസണിൽ തന്നെ വിജയകിരീടം നേടുന്ന ആ വലിയ വേദിയിൽ മെൻസ് ടീമും വിമൻസ് ടീമിനും ഒരുപോലെ അഭിമാനത്തോടെ നിൽക്കാനായത്. രോഹിത് ശർമ്മയ്ക്കും ഹർമൻപ്രീത് കൗറിനും ദേശീയ ഗാനം മുഴങ്ങവേ ട്രോഫി കയ്യിൽ പിടിച്ച് തല ഉയർത്തി നിൽക്കാനായത്. ഇന്ന് ഒരു ഇന്ത്യൻ ടീം പിച്ചിലേക്ക് ഇറങ്ങുമ്പോൾ അത് 100 കണക്കിന് പ്രൊഫഷണലുകളുടെ സൂക്ഷ്മമായ ഹോംവർക്കിന്റെ റിസൾട്ടാണെന്ന് എത്ര പേർക്കറിയാം. ഹെഡ് കോച്ച്, അസിസ്റ്റന്റ് കോച്ചസ്, ബാറ്റിംഗ്, ബൗളിംഗ് ആൻഡ് ഫീൽഡിംഗ് കോച്ചസ്, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിംഗ് കോച്ചസ്, ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് ടീം ഡോക്ടേഴ്സ്, വീഡിയോ അനലിസ്റ്റ്, ഡാറ്റ എക്സ്പേർട്സ്, ലോജിസ്റ്റിക്സ് മാനേജേഴ്സ്, ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ്, റിക്കവറി സ്പെഷ്യലിസ്റ്റ്, ഇങ്ങനെ ഒരു ടീം സ്പിരിറ്റിന്റെ ഷോറൂം മാത്രമാണ് നമ്മൾ കാണുന്ന ഈ 11-അംഗ ടീം. ഇനി ഇന്ത്യൻ ക്രിക്കറ്റിന് മറ്റൊരു എക്കണോമി കൂടി പറയാനുണ്ട്. IPL നടക്കുന്ന സമയത്ത് മാത്രം ജിയോയുടെ ഡാറ്റ റീചാർജ് എത്ര കോടിയാണെന്ന് അറിയാമോ? 600 കോടി GB ആണ് IPL കാലത്തെ ഇന്ത്യയിൽ ജിയോയ്ക്ക് മാത്രമുള്ള അധികം യൂസേജ്. IPL പരസ്യവും ഡാറ്റ റീചാർജും എല്ലാം കൂടി 10,000 കോടിക്ക് മുകളിലെ ബിസിനസ് ഉത്സവമാണ് റിലയൻസ് ജിയോയ്ക്ക് IPL നടക്കുന്ന 2 മാസക്കാലം.